നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. परमेश्वर के नाम की महिमा हो। വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നൽകി വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. मैं परमेश्वर का धन्यवाद देता हूं कि एक और बार प्रभु ने ऐसा मौका दिया कि हम प्रभु के समुख में आ सके। കൂടി വന്നിരിക്കുന്ന സകല വ്യക്തികൾക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. उपस्थित सारे प्रियजनों को मैं प्रभु यीशु मसीह के नाम में अपना नमस्कार देता हूं। എപ്പോഴും ഓർമ്മിക്കുന്നത് പോലെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടണം. ഞാൻ ഒരു ടൂളാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിൻ്റെതായ ആ ഉദ്ദേശം നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ, എനിക്ക് വേണ്ടത് നൽകണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുകയും അതൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. प्रत्येक व्यक्ति पवित्र आत्मा से प्रार्थना करे, प्रभु मुझे आज अपने वचनों से सीखा तो ही जाकर के भाई वचन को सही मायने में हमारे सामने बता सके। നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. मत्ती रसूल समाचार 15वें आयत से पिछले दिनों में हम अध्ययन करते आए हैं। അതിനകത്ത് തന്നെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. और खास करके हम उन बातों के ऊपर मनन कर रहे थे जो हमारे मन से, दिल से जो बाहर निकल के आता है, वही चीजें हमें अशुद्ध करता है। അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, അതുപോലെ കഴിഞ്ഞ ആഴ്ചക്കാലം സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. ശുദ്ധീകരണം വേറെ, സാങ്ക്ടിഫിക്കേഷൻ വേറെ എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മളോട് സംസാരിച്ചു. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാങ്ക്ടിഫിക്കേഷൻ അല്ല ശുദ്ധീകരണം, ശുദ്ധീകരണം അല്ല സാങ്ക്ടിഫിക്കേഷൻ. രണ്ടും വേണ്ടതാണ്, രണ്ടും ആവശ്യമുള്ളതാണ്, രണ്ടും രണ്ടാണ്. पिछले दिनों में खास करके दो अलग अलग शब्द का प्रयोग हमने देखा था, एक शुद्ध करना और दूसरा एक पवित्र करना। ये दोनों अलग चीजें, दोनों हमारे लिए जरूरी बातें हैं। इसको हमने काफी अच्छी तरह से समझने की प्रयास किया है। നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചക്കാലം അവസാനം നമ്മൾ ചിന്തിച്ച വേദഭാഗം 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളാണ്. उस सिलसिले में हमने आखिर पहला थिस्सलुनी 5 उसके आखिरी शब्दों को हमने मनन किया था। 1 തെസ്സലോനിക്യ 5-ന്റെ 23, 24 ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. 5 का 23 और 24 इस तरह से हम पढ़ते हैं। शांति का परमेश्वर आप ही तुम्हें पूरी रीति से पवित्र करे और तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष सुरक्षित रहे। तुम्हारा बुलाने वाला सच्चा है और वे ऐसा ही करेगा। നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം അത് പഠിച്ചതുപോലെ അവിടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ആ ഒരു ഗ്രീക്ക് പദം നമ്മൾ കേട്ടായിരുന്നു. ഹഗായിസ്മോസ് എന്നുള്ള പദമാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. पिछले सप्ताह हमने उस यूनानी शब्द का प्रयोग देखा था जिसके लिए अर्थ यहाँ पर बताया गया है, जो पवित्रीकरण। इस विषय में पिछले सप्ताह हमने मनन किए थे। അപ്പോൾ ഇവിടെ എന്താണ് സാങ്ക്ടിഫൈ ചെയ്യുന്നത്? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സാങ്ക്ടിഫൈ യു എൻറ്റയർലി ആൻഡ് മേ യുവർ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി ബി പ്രിസർവ്ഡ് കംപ്ലീറ്റ്. ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അത് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും സാങ്ക്ടിഫൈ ചെയ്യുവാനാണ്. അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതും നമ്മൾ അതിൽ നിന്ന് ചിന്തിച്ചതും. यहाँ पर बड़े साफ तरीके से ये बात लिखा है कि तुम्हारी आत्मा और प्राण और देह पूरी तरह से वो पवित्र करने पाए, ये हमने यहाँ पर देखा है। അപ്പോൾ ഈ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം ആദിമ സഭ വളരെ
സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നു. അത് ജസ്റ്റ് ഒരു പാപക്ഷമയും കൊണ്ട് അവിടെ വെച്ച് നിൽക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം, അതൊരു തുടക്കം മാത്രമാണ്. സാങ്ക്ടിഫിക്കേഷനിലോട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആദിമസഭ വളരെ വ്യക്തമായി പഠിച്ചിരുന്നു. അതുമായി ഒരു ബന്ധപ്പെട്ട ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. प्रथम कलीसिया उद्धार में केवल संतुष्ट नहीं थे, वो लोग ये बात बहुत अच्छी तरह सिखाते थे कि एक विश्वासी के जीवन में कैसा उद्धार के पश्चात पवित्रीकरण की ओर कैसा बढ़ना है, ये विषय में वो लोग बड़ा ज्यादा जोर देते थे और उनके बारे में बहुत अच्छा सिखाते भी थे. इन सिलसिले में एक और शब्द एक वाक्य हम इस तरह पढ़ते हैं. ഈ 1 തെസ്സലോനിക്ക ലേഖനം തന്നെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. प्रेरित पौलुस की लिखी हुई पहला थिस्सलुनीकिया उसके पत्र के 3रे अध्याय उसके पहला 2 शब्द इस तरह से हम पढ़ते हैं. इसलिए जब हमसे और न रह गया तो हमने ये ठहराया था कि एथेंस में अकेले रह जाएं. 1-2 अल्ले अदे. और हमने तिमुथियुस को जो मसीह के सुसमाचार में हमारा भाई और परमेश्वर का सेवक है इसलिए भेजा कि वो तुम्हें स्थिर करे और तुम्हारे विश्वास के विषय में तुम्हें समझाए. ആകയാൽ സഹിച്ചുകൂടാൻ ഞങ്ങൾ അഥേനയിൽ വെച്ച് തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷനുമായ തീമോത്തിയോസിനെ അയച്ചു. ഈ ഭാഗം തീമോത്തിയോസിനെ അയക്കുന്നു. അതിൻ്റെതായ എന്തുകൊണ്ടാണ് അയക്കുന്നത്, എന്താണ് ഉദ്ദേശം എന്നൊക്കെയാണ് ഇവിടെ പൗലോസ് എഴുതുന്നത്. എന്നിട്ട് അതിന്റെ 12-13 വാക്യത്തില് വരുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ കാണാം, അല്ലെങ്കിൽ എന്താണ് പൗലോസിന്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് ഇവിടെ ആ ലേഖനത്തിൻ്റെതായ ആ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. 12-13 വാക്യങ്ങൾ എന്ന് വായിക്കുന്നു. शुरुआत में जैसा हमने पढ़ा था, भाई थिमुथियुस को इसलिए भेजता है कि तुम्हारे विश्वास में तुम्हें समझाए और क्लेशों के कारण डगमा न जाए. ये सब कहते हुए जब आगे आते हैं तो 12-13 पदों में बड़े साफ तरीके से इस बात को यहाँ पर लिखा है, हम पढ़कर सुनाते हैं आपको. और प्रभु ऐसा करे कि जैसा हम तुमसे प्रेम रखते हैं वैसा ही तुम्हारा प्रेम भी आपस में और सब मनुष्यों के साथ बढ़े और उन्नति करता जाए, ताकि वह तुम्हारे मनों को ऐसा स्थिर करे कि जब हमारा प्रभु यीशु अपने सब पवित्र लोगों के साथ आए तो वे हमारे परमेश्वर और पिता के सामने पवित्रता में निर्दोष ठहरे. ഹല്ലേലൂയ. ഇവിടെ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായി വളരെ ആഴത്തിലുള്ള ഒരു കാര്യം എഴുതുന്നു. ഇവിടെയും എഴുതിയിരിക്കുന്ന അനിന്യമായി എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ആ പദം ശരിക്കും പറഞ്ഞാല് ഒരു സാങ്ക്ടിഫൈഡ് സ്റ്റേറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ് ഹി മേ എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട് വിതൗട്ട് ബ്ലെയിം ഇൻ ഹോളിനെസ് ബിഫോർ അവർ ഗോഡ് ആൻഡ് ഫാദർ അറ്റ് ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് with all his saints. यहाँ पर इस तरह से लिखा है, जब हमारा प्रभु यीशु मसीह प्रकट होगा उस समय आप सब लोगों को, पवित्र लोगों को उस जैसा पवित्रता में पूरा निर्दोष बनाकर उनके सामने प्रस्तुत करने के लिए वो चाहता है और इस तरह से वो लिखता है. ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ലേഖനത്തിന്റെ എന്തുകൊണ്ടാണ് തീമോത്തിയോസിനെ അയച്ചത് എന്ന് അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ട് അവസാനം വന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം, എന്താണ് ഞങ്ങളുടെ പ്രത്യാശത, അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ പ്രത്യാശ? അതായത് യേശുവിന്റെ വരവെങ്കിൽ നമ്മുടെ ഹൃദയം അത്
സാങ്ക്ടിഫൈഡ് ആയ ഒരു ഹൃദയം ആയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അതാണ് ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി എഴുതുന്നത്. അപ്പോൾ യേശുവിന്റെ വരവിൽ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുവാനുള്ള വ്യക്തി ജീവിതങ്ങള് ഒരു സാങ്ക്ടിഫൈഡ്, അതായത് എന്ത് സാങ്ക്ടിഫൈഡ്, ഹൃദയം തന്നെ, അതായത് ദുർനിക്ഷേപങ്ങളെ മാറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൃദയങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി ഒരു സാങ്ക്ടിഫൈ ആയ ഒരു അവസ്ഥ തന്നെയാണ് ക്രിസ്തുവിനെ എതിരേക്കുവാനുള്ള മണവാട്ടിക്ക് വേണ്ടത് എന്നാണ് ആദിമ സഭ തന്നെ പഠിപ്പിച്ചിരുന്നത്. ഹല്ലേലൂയ. देखिए, प्रथम कलीसिया ही इन चीजों को बड़े जोर दे करके सिखाते आए हैं और उनका लक्ष्य था जब प्रभु यीशु मसीह प्रकट होकर उनके सामने जो भी उनके इंतजार करते हैं पवित्र लोग, बड़े पवित्रताई में और निर्दोष होकर के उनके सामने प्रकट होना जरूरी है ताकि यीशु मसीह उन्हें स्वीकारे। यह बात शुरू से लेकर के वो कलीसिया में सिखाए आते थे. ഹല്ലേലൂയ. അതും ഈ സാങ്ക്ടിഫിക്കേഷനും അതിനു മുമ്പ് എഴുതിയിരിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. യഥാർത്ഥമായ മൂലഭാഷയിൽ അവിടുത്തെ സ്നേഹം അഗപ്പെ സ്നേഹമാണ്. അഗപ്പെ സ്നേഹം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യേശുവിനോടുള്ള അല്ലെങ്കിൽ ആ സ്നേഹം, അല്ലെങ്കിൽ യേശു നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അതെ, ആ സ്നേഹം നമ്മളിൽ അധികമായി വർദ്ധിച്ച് നമ്മൾ മറ്റുള്ളവരെ യഥാർത്ഥമായി നമ്മെ പോലെ സ്നേഹിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ സ്നേഹം. അഗപ്പെ സ്നേഹമാണ് ഇവിടെ. അഗപ്പെ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അഗപ്പെ സ്നേഹവും ഈ സാങ്ക്ടിഫിക്കേഷനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. देखिए, यहाँ पे पिता का उस प्रेम के बारे में हमें यहाँ पर दिखाया है जैसा, और प्रभु ऐसा करे कि जैसा हम तुमसे प्रेम रखते हैं वैसा ही तुम्हारा प्रेम भी आपस में और सब मनुष्यों के साथ बढ़े. यहाँ पे जैसा अगापे बताया गया है, जो परमेश्वर ने जैसा प्रेम किया है उस प्रेम के शब्द को यहाँ पर इस्तेमाल किए गए हैं. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ദുർനിക്ഷേപം മാറി ദൈവത്തിന്റെ ആത്മാവിന്റെ ബലമായ സ്നേഹം അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്നാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായി നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ജസ്റ്റ് ആ ജീവജലത്തിന്റെ നീരിൽ നിന്ന് കുടിക്കുക മാത്രമല്ല, നമ്മൾ ആ എസ്കേൽ പഠിച്ചതുപോലെ ഒരു പുതിയ ഹൃദയം ഹല്ലേലൂയ പ്രാപിച്ചതെ കല്ലായുള്ള ഹൃദയം മാറി ഒരു മാംസലമായ ഹൃദയം വന്ന് ഒരു ആത്മാവിനെ ഉള്ളിലാക്കി. ആ ആത്മാവിനകത്ത് വ്യക്തമായി ആത്മാവിന്റെ ബലവും കൂടിയേ തീരൂ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ആ അഗപ്പെ സ്നേഹം തന്നെയാണ് നമുക്ക് ആവശ്യം. എഫെസോസ് സഭയുടെ ഒറ്റ മിസ്റ്റേക്ക് എന്നുള്ളത് ആ അഗപ്പെ സഭയുടെ ലാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് അഗപ്പെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അഗപ്പെ लाओ. देखिए, जो परमेश्वर का जो प्रेम है अगापे नाम से शब्द के द्वारा यूनानी भाषा में प्रकट किया गया है, वही प्रेम हमारे मनों में भरना जरूरी है, जिसके लिए हमारे मन की हर एक बुरी बातें आदतें सब निकाल करके, जैसा इज़िकिएल की किताब में हमने अध्ययन किया था, जो नया मन प्राप्त करके और परमेश्वर के वाचा हमारे मन में रखे उस वाचा पर हम चलते रहे तो ही जाकर के हम प्रभु यीशु मसीह के इस प्रकट होने के समय में हम उनके साथ मिलाए जाएंगे. അതെ, നമുക്ക് യഥാർത്ഥമായി അഗപ്പെ സ്നേഹമാണെങ്കിൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ ആരുടെയും ഗുണങ്ങളെ നോക്കാതെ അഗപ്പെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഗപ്പെ സ്നേഹം നമ്മുടെ ഗുണങ്ങളെ അല്ല കൗണ്ട് ചെയ്യുന്നത്. ഞാൻ അത് കുറച്ചുകൂടെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാം. देखिए, ये जो प्रेम जो यहाँ पर परमेश्वर का प्रेम के विषय में अगापे शब्द के द्वारा बताया है, वो किसी व्यक्ति के भलाई को देख करके नहीं करता है. इस बात को मैं और आपको विस्तार रूप से बताना चाहूंगा. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ലഘുവായ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനൊരു കാരണമുണ്ട്. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല പെരുമാറ്റമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അവരിൽ കാണുന്ന എന്തെങ്കിലും പ്രത്യേകത ആയിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ അവരുമായിട്ടുള്ള നമ്മൾ ഘടിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകം. देखिए, एक उदाहरण के तौर पर हम ये देखें,
यदि हम किसी के साथ में प्रेम रखते हैं तो जरूर ये उनके पीछे कुछ कारण होगा। हो सकता है वो व्यक्ति की भलाई क्यों ना हो, वो व्यक्ति के अवस्था क्यों ना हो, कुछ ऐसे कारण के कारण से ही हम उनसे प्रेम रखते होंगे। യെസ്, ഒരു പക്ഷേ അദ്ദേഹം നന്നായിട്ട് ഇടപെടും, യെസ് അയാൾക്ക് നന്നായിട്ട് സംസാരിക്കും, യെസ് അവര് നല്ല കരുതലുള്ള വ്യക്തിയാണ്, യെസ് നന്നായിട്ട് യെസ് പെരുമാറുന്ന വ്യക്തിയാണ്, അങ്ങനെ യെസ് ഒരു പക്ഷെ നന്നായിട്ട് സഹായിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്, നല്ല കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണ്. ഇങ്ങനെ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് യെസ് ആമേൻ മിക്കവാറും നമ്മൾ പരസ്പരം യെസ് ആമേൻ സ്നേഹം നിലനിർത്തുകയും ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്നത്. अधिकतर लोग आपस में इस तरह से प्रेम बनाए रखने का कुछ ना कुछ कारण जरूर होता है। हो सकता है वो व्यक्ति बड़ा दानी हो, बड़ा धर्म के काम करने वाले हो, वो बहुत अच्छा संगीतकार हो, कलाकार हो, ऐसा कोई खूबी उनके अंदर होने के कारण अधिकतर लोग आपस में प्रेम बनाए रखते हैं। അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ വ്യക്തികള് എന്തെങ്കിലും മോശമായി പെരുമാറുകയും അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പെരുമാറുകയും ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ സ്നേഹത്തിന് കോട്ടം വരും. ആ സ്നേഹം ഒരു പക്ഷെ ദേഷ്യമായിട്ടും വഴക്കായിട്ടും പിണക്കമായിട്ടും വൈരാഗ്യമായിട്ടും ഒക്കെ മാറുകയും ചെയ്യാം. लेकिन वही व्यक्ति और किसी कारण से कुछ ऐसा खराब चीजें करने लगे, बुरी बातें कहने लगे, तो आपस में झगड़ा हो जाता है। तो जो प्रेम उनके साथ में रखते थे, अब वो प्रेम वो नष्ट होकर के उसके विरोध में क्रोध के तौर पे वो बदलता हुआ हमें नजर आएगा। ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണമേ. അപ്പൊ ഈ ആക്ച്വലി ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ വ്യക്തിയെ അല്ല സ്നേഹിക്കുന്നത്, പകരം ആ വ്യക്തിയുടെ ക്വാളിറ്റിയാണ് സ്നേഹിക്കുന്നത്. ആ ക്വാളിറ്റിയാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഘടകം, ആ ക്വാളിറ്റിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ആ വ്യക്തി അല്ല. വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മോശമായി പെരുമാറിയാലും വളരെ ഒരു ഗുണവും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിച്ച ഒരു അകത്തെ സ്നേഹത്തിലാണ് നമ്മളെ യേശു കണ്ടത്. എന്തെങ്കിലും ഗുണം ക്ലെയിം ചെയ്യാനുണ്ടോ? കയ്യിലിരിപ്പ് വളരെ മോശമാ, എന്നിട്ടും അവൻ സ്നേഹിച്ചു. അതുപോലത്തെ ഒരു സ്നേഹം നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്നതാട്ടെ അകത്തെ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ നമ്മുടെ സ്നേഹം ഒന്ന് എക്സാമിൻ ചെയ്യണം. നമ്മൾ അവരുടെ എന്ത് ഗുണമാണോ കാണുന്നത്, അത് നമ്മുടെ അകത്തെ സ്നേഹമല്ല, മാനുഷിക സ്നേഹമോ. അതല്ലെങ്കിൽ അയാള് നമ്മളെ ചീത്ത വിളിച്ചാലും വളരെ മോശമായി പെരുമാറിയാലും പിന്നെയും സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അതത്രേ ദൈവം തന്ന ക്രിസ്തീയ അകത്തെ സ്നേഹം. അതിനുവേണ്ടി നമ്മൾ വാഞ്ചിക്കണം. देखिए, उस व्यक्ति के साथ में जैसा प्रेम क्रोध में ईर्ष्या में बदलते हैं, क्यों बदलते हैं? इसका कारण यह है वो आपस में हम उस व्यक्ति से प्रेम नहीं करते थे, उनके वो गुण जो भी उनके स्वभाव अच्छे हमें लगे उससे हम पसंद करते थे। लेकिन हम प्रभु यीशु मसीह से पूछे हमारे अंदर में क्या खूबी था कि वो हमसे प्रेम किया है? कोई हमारे भलाई नहीं था, फिर भी यीशु ने हमें प्रेम किया है, परमेश्वर ने हमें प्रेम किया है। यह है वास्तविकता से परमेश्वर का प्रेम। आपको समझने के लिए मैं सरल उदाहरण के तौर पर मैंने ये बात आपको बताया हूं। ഹല്ലേലൂയ. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം ബാക്കി ഭാഗങ്ങളിലോട്ട് കിടക്കാം. അതായത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. अब हम वापस मत्ती सुसमाचार में आए, 21 से लेकर के 28 तक के पदों को हम देखें. 21 മുതൽ 28 വരെ. 21 മുതൽ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു.
അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. यीशु वहां से निकलकर सूर और सौदा के प्रदेश की ओर चला गया। उस प्रदेश की एक कनानी स्त्री निकली और चिल्लाकर कहने लगी, हे प्रभु, दाऊद की संतान, मुझ पर दया कर, मेरी बेटी को दुष्ट आत्मा बहुत सता रहा है। पर उसने उनसे कुछ उत्तर न दिया। तब उसके चेलों ने आकर उससे विनती की, इसे विदा कर, क्योंकि वो हमारे पीछे चिल्लाती हुई आ रही है। उसने उत्तर दिया, इस्राएल के घराने की कोई भी भेड़ों को छोड़ मैं किसी के पास नहीं भेजा गया। पर वो आई और यीशु को प्रणाम करके कहने लगी, हे प्रभु, मेरी सहायता कर। उसने उत्तर दिया, लड़कों की रोटी लेकर कुत्तों के आगे डालना अच्छा नहीं। उसने कहा, सत्य है प्रभु, पर कुत्ते भी वो चूर चार खाते हैं जो उनके स्वामियों की मेज से गिरते हैं। इस पर यीशु ने उसको उत्तर दिया, हे स्त्री, तेरा विश्वास बड़ा है, जैसा तू चाहती है तेरे लिए वैसा ही हूँ। और उसकी बेटी उसी घड़ी से चंगी हो गई। ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതവും അനേകം പ്രസംഗങ്ങളും കേട്ട അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. इन पदों के ऊपर में हमने कई एक बार बहुत सारे भाषण सुने हैं, बहुत अच्छी तरह हम इसे जानते भी हैं। അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിശ്വാസം എന്നുള്ള ആ ഒരു ഘടകത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ ഒരു കാര്യം ദൈവം എന്നെ ഏൽപ്പിച്ചത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. तो मैं इसमें से विश्वास को छोड़कर कुछ अन्य बातों को आपके साथ में बांटना चाहूंगा। ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ത്രീ യേശുവിനെ അപ്രോച്ച് ചെയ്ത വിധം ഒന്ന് നമ്മൾ വളരെ സൂക്ഷിച്ചൊന്ന് നോക്കേണ്ടതാണ്. ध्यान से हम देखें स्त्री कैसे यीशु के पास आई हैं। അവിടെ കുഞ്ഞിന് സുഖമില്ല എന്ന്, അല്ലെങ്കിൽ ഭൂതോദരം ബാധിച്ചു എന്ന് യേശുവിനെ കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ വ്യക്തമായി അവിടെ ആവശ്യം അവിടെ അറിയിക്കുന്നു. जब स्त्री यीशु को देखा है, अपनी जरूरत को, अपनी बेटी के जो अवस्था है, वो किसी हिचकिच के बिना यीशु को वो बताने लगती हैं। അത് മാത്രമല്ല, അവക്കറിയാമായിരുന്നു യേശു ആരാന്ന്. അതുകൊണ്ടാണ് അവൾ വിളിച്ചത് ദാവീദ് പുത്ര എന്ന് തന്നെയാണ് വിളിച്ചത്. അത് പണ്ട ലഗ്യോനും വിളിച്ചത് അങ്ങനെ തന്നെ, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാം യേശുവിന്റെ ദൈവത്വം അല്ലെങ്കിൽ യേശുവിൻ്റെതായ കാര്യങ്ങള്. ഇവളൊരു കനാന്യ സ്ത്രീ ആണെങ്കിൽ കൂടി അവർക്കറിയാം. देखो, ये कनानी स्त्री होने के पश्चात भी यीशु मसीह को बहुत अच्छी तरह से पहचानती थी, जिसके कारण से उसे इस तरह के संबोधित करते हैं कि ये प्रभु दाऊद की संतान। ഇത്രയൊക്കെ ആണെങ്കിൽ യേശു ഒന്നും മിണ്ടുന്നില്ല. അത് മാത്രമല്ല, ഇവള് പിന്നെ കരഞ്ഞുകൊണ്ട് പുറകെ പോവാണ്. ശിഷ്യന്മാര് റെക്കമെൻഡ് ചെയ്യുന്നു, എന്നിട്ടും യേശു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, യേശു ഒരു കാര്യം പറഞ്ഞു, നായിക്ക് മക്കളുടെ ഭക്ഷണം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ല എന്നുള്ള ആ ഒരു നിലവാരത്തില് അവളോട് ഉത്തരം പറഞ്ഞു. അതിനെന്താ കാരണമെന്ന് നമുക്ക് നോക്കാം. देखिए, ये इतना कुछ रोने पीटने के बावजूद भी यीशु मसीह ने कुछ उनसे नहीं बोला, कि चेलों ने भी बीच में यीशु मसीह को इस बात को दोहराया, फिर भी वो तैयार नहीं हुए, कुछ ऐसे शब्दों का प्रयोग भी किया है। देखिए ऐसा क्यों हुआ है। അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യം 18-ഉം 19-ഉം വാക്യം വായിക്കാം. इसके लिए हम उत्पत्ति के किताब में आएंगे, 9वें अध्याय उसके 17 और 18 पदों को हम देखेंगे। परमेश्वर ने 18 and 19 हाँ, नूह के पुत्र जो जहाज में से निकले वे शेम, हाम और याफेत थे, और हाम कनान का पिता हुआ। नूह के 3 पुत्र यही हैं, और इसका वंश सारी पृथ्वी पर फैल गया। പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫേത്തുമായിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. അവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് 24 മുതൽ താഴോട്ട് വായിക്കാം. 26 पद से लेकर के നോഹ ലഹരി വിട്ടു വരുന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ,
അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിക്കട്ടെ, അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. ആ കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു. 24 से लेकर के हम इस तरह से पढ़ते हैं, जब नूह का नशा उतर गया तब उसने जान लिया कि उसके छोटे पुत्र ने उसके साथ क्या किया है, इसलिए उसने कहा कनान शापित हो, वो अपने भाई बंधुओं के दासों का दास हो। फिर उसने कहा शेम का परमेश्वर हुआ धन्य है और कनान शेम का दास हो। परमेश्वर याफेत के वंश को फैलाए और वो शेम के तंबुओं में बसे और कनान उसका दास हो। ഹല്ലേലൂയ. യെസ്, ഇവിടെ കണ്ടോ? ഹല്ലേലൂയ. യെസ്, കനാന്റെ ശാപം വന്ന വഴി കണ്ടോ? യെസ്, ആദ്യം മുതൽ അതെ നോഹ തന്നെ യെസ് ഒരു ഭയങ്കരമായ ശാപം യെസ് അവന്റെ യെസ് കനാന് കൊടുക്കുന്നതായിട്ട് കാണാം. അത് മാത്രമല്ല യെസ് അധമദാസനായി തീരും എന്നുള്ള രീതിയിൽ യെസ് അവിടെ ആക്കി വെച്ചു. देखिए, नूह अपने बेटे कनान को इस तरह से श्राप दिया है, वो सबसे निचला स्थान में पहुंचेगा। केवल इतना ही नहीं, वो दासों का भी दास बन जाएगा। इस तरह से उसने श्राप दिया है। യെസ്, അത് മാത്രമല്ല ഷേമിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. യെസ്, ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. അതായത് യെസ് ആമേൻ ഈ ഷേമിന്റെ ദൈവം യെസ് ആമേൻ യഹോവയാകുന്നു, അല്ലെങ്കിൽ യെസ് ആ യഹോവയാണ് യെസ് ഇവന്റെ ദൈവം എന്ന് യെസ് അവിടെ നോക്കിയാക്കി വെക്കുന്നു. അതുപോലെ യെസ് കനാനാണെങ്കിൽ അതിഭയങ്കരമായ ശാപവും യെസ് അവൻ കൊടുക്കുന്നു. देखिए, शेम को तो परमेश्वर ऊंचे में वहां पर रखता है, नूह जो है उसको कहता है उसका परमेश्वर हुआ धन्य है, लेकिन कनान के विषय में वो श्राप की बात बताते हैं कि वो दास बन जाएं। അപ്പോ ഈ കനാന്റെ യെസ് കൊച്ചുമകളായ കൊച്ചുമകളായ ഈ സഹോദരി വന്നപ്പോൾ അപ്പോഴും യെസ് ആമേൻ വർഷങ്ങൾക്ക് ശേഷവും ആ ശാപം അവിടെ പ്രശ്നമാണ്. അവിടെ യെസ് കാര്യത്തില് ദൈവം ഒരു പരിഗണനയും കാണിക്കുന്നില്ല. യെസ് ഈ കനാന്റെ ദേശത്തല്ലേ എടുത്ത് യെസ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത്. അപ്പോൾ യെസ് ആമേൻ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ പറ്റില്ല. ദൈവത്തിൻ്റെതായ സിസ്റ്റമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, യെസ് ദൈവം ഇവിടെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ആ ഒരു സ്ത്രീയെ ഒരു തരത്തിലും ദൈവം ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല. देखिए, एक कनान के वंशी होने के कारण से उस परंपरा में कितने गुजर गए, अभी भी परमेश्वर उसके साथ में कोई दया नहीं दिखाता है। यीशु मसीह स्त्री के साथ में ऐसा व्यवहार इसलिए करता है। യെസ്, ഇനി നമ്മൾ ഒരു നോക്കേണ്ട കാര്യം യെസ് ഇവള് തെരഞ്ഞെടുക്കപ്പെട്ട ഇവള് ലോസ്റ്റ് ഷീപ്പ് അല്ല, കാണാതെ പോയ വ്യക്തി അല്ല. യെസ്, അത് നമുക്ക് വഴിയെ മനസ്സിലാവും. അതേസമയം യെസ് ഇവിടെ ദൈവത്തിന്റെ മക്കള്, ദൈവത്തിൻ്റെതായ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകത നോക്കാം. നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യം വായിക്കാം. देखिए, इसके बारे में हम जब देखते हैं, ये चुने हुए वंश से नहीं है, ये परमेश्वर के खोए हुए भेड़ों के बीच में से नहीं है। ये बात साफ साफ यहाँ पर बताते हैं। पहला पत्रस 2 अध्याय में जब आते हैं तो चुने हुए कौन है, इस तरह से यहाँ पर पढ़ने को मिलता है। 1 പത്രോസ് 2-9-10 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. 2:9 और 10 में इस तरह से हम पढ़ते हैं पत्रस की पत्री में, पर तुम एक चुना हुआ वंश और राजपददार याजकों का समाज और पवित्र लोग और परमेश्वर की निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो। तुम पहले तो कुछ भी नहीं थे, पर अब परमेश्वर की प्रजा हो। तुम पर दया नहीं हुई थी, पर अब तुम पर दया हुई है। ഹല്ലേലൂയ. യെസ് പ്രിയ ദൈവമക്കളെ, ഇവിടെ യെസ് എഴുതിയിരിക്കുന്ന 2 പദം യെസ് ഇവിടെ ഒന്ന് നോക്കണമേ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. യെസ് അതുപോലെ ഒരു കാര്യം അതിനുശേഷം എഴുതിയിരിക്കുന്നു യെസ് കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴും കരുണ ലഭിച്ചവർ തന്നെ. देखिए, यहाँ पर 2 शब्द इस्तेमाल किए हैं। पहला तो एक चुना हुआ वंश लिखा गया है, दूसरी चीज ये लिखे हैं पहले तुम पर दया नहीं हुई थी,
अब तुम पर दया हुई है। ഹല്ലേലൂയ. യെസ്, നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. യേശുവിനെ എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല. യെസ്, പിതാവ് അവനോട് അവൻ കൽപ്പിച്ചാൽ, ഈ പിതാവ് ആകർഷിച്ചാൽ, ഈ പിതാവിൻ്റെതായ അവൻ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് ഇന്ന വ്യക്തികൾ വരേണ്ട കാര്യം. അത് യേശുവിന് പോലും ആ കാര്യത്തിൽ കൈകടത്തുവാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ കനാന്യ സ്ത്രീയുടെ കാര്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നത്. देखिए, इस कनानी स्त्री के विषय में हम ये देखते हैं, यीशु मसीह अपना स्वयं वो भी नहीं कर पाते, जो परमेश्वर पिता जो हैं वो अपने ओर से करता है। हम इस तरह से पढ़ते हैं, जो कोई पिता ने बुलाया है, चुना है, वही केवल यीशु के पास आता है। ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം ഞാൻ 1-2 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു. 6-ാം അധ്യായം 37 മുതൽ താഴോട്ട്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. इस सिलसिले में यूहन्ना समाचार उसके 6 उसके 37 से लेकर के इस तरह से हम पढ़ते हैं, जो कुछ पिता मुझे देता है वो सब मेरे पास आएगा, और जो कोई मेरे पास आएगा उससे मैं कभी ना निकालूंगा, क्योंकि मैं अपनी इच्छा नहीं वरन अपने भेजने वाले की इच्छा पूरी करने के लिए स्वर्ग से उतरा हूं। ഹല്ലേലൂയ. യെസ്, പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. യെസ്, ഈ കനാന്യ സ്ത്രീ കരഞ്ഞ് യേശുവിന്റെ പുറകെ പോയിട്ടും അവളെ മൈൻഡ് ചെയ്തില്ല. വളരെ അവള് ആഗ്രഹത്തോടെ ചെന്നിട്ട്, ആവശ്യബോധത്തോടെ ചെന്നിട്ട് യേശു അവിടെ ചെയ്യുന്നില്ല. അവിടെ ശിഷ്യന്മാര് റെക്കമെൻഡ് ചെയ്തിട്ട് പോലും യേശു അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷെ അവൾക്കൊരു അതിഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് അവിടെ കാര്യം സാധിച്ചത്. അതും ജസ്റ്റ് അവിടെ കാര്യസാധ്യം മാത്രം. അവിടെ മകള് സൗഖ്യമായി എന്നല്ലാതെ അവൾക്ക് രക്ഷ പോലും കിട്ടിയില്ല. അതാണ് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു വ്യക്തിയുടേതായ സിസ്റ്റം. അതാണ് അവരുടേതായ വലിയ ഒരു ഫേറ്റ്. അതാണ് അവള് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അവളവിടെ യേശുവോട് വ്യക്തമായി പറയുന്നു, അവിടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയുടെ കുഞ്ഞ് സൗഖ്യം വന്നു, കാര്യം സാധിക്കും ഈ ലോകത്തിലെ. പക്ഷേ ആ ഒരു ആ കുഷ്ഠരോഗി 10 കുഷ്ഠരോഗികളെ സജ്ജമാക്കിയപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ ഉപയോഗിച്ച പദം, അല്ലെങ്കിൽ ആ രക്തസ്രാവക്കാരത്തിൽ സ്ത്രീയുടെ അസുഖം മാറിയതിനു ശേഷം അവർക്ക് കൊടുത്ത രക്ഷ, അവിടെ സ്തോത്രോ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ രക്ഷയൊന്നും ഈ വ്യക്തിക്ക്, ഈ സ്ത്രീക്ക് കിട്ടിയില്ല. കാരണം ഇത്രമാത്രം, അവള് ദൈവത്തിന്റെ പദ്ധതിയിൽ, മാസ്റ്റർ പ്ലാനിൽ ഇല്ലാത്ത വ്യക്തി തന്നെയായിരുന്നു. അതാണ് അതിന്റെ ബേസിക് റീസൺ. देखिए, इस कनानी स्त्री के विषय में हम देखते हैं, यहाँ पर जरूर वो बहुत कुछ लाने के पश्चात, यीशु से तर्क वितर्क करने के पश्चात यीशु मसीह उसके विश्वास को देख करके उसकी बेटी को चंगाई जरूर देता है, लेकिन वो चंगाई प्राप्त कर वो वापस चली जाती है। उसे अनंत जीवन नहीं मिला है, ये बात यहाँ पर स्पष्ट है। क्योंकि जैसा लाऊ बहने वाली स्त्री को जब यीशु मसीह ने शुद्ध किया था, जो पद वहां पर इस्तेमाल किया, उसका मतलब ये निकलता है उसके जिंदगी में उद्धार आया है। लेकिन इस स्त्री के विषय में हम देखते हैं, वो उद्धार का सिलसिले में वो नहीं आई है। कारण यह है कि पिता जिसको नहीं बुलाता है, चुनता है, वो यीशु के पास नहीं आ सकता है। ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് ഞാൻ പറയാം. സക്കായിയെ നോക്കിയേ. നമ്മള് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേദഭാഗം എടുക്കുന്നില്ല, എല്ലാവർക്കും വളരെ കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും ആ ഭാഗം അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു. देखिए, एक और चीज मैं इस शाम को समय आपको बताना चाहूंगा, जो जक्काई के विषय में है। प्रत्येक जन इसके बातों को जानता है, इसलिए मैं उससे पढ़वाना नहीं चाहता हूं। ഹല്ലേലൂയ. അവിടെ സക്കായി യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ അവന് ഒരു ആഗ്രഹം തോന്നി. അതും പ്രകാരം ആ ആഗ്രഹം അവൻ ഉള്ളിൽ മാത്രം വെച്ചില്ല. അവൻ വിശ്വാസത്തോടെ അതിനു വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തു, മരത്തിൽ കയറി. അതാണ് സക്കായി ചെയ്ത ആകെയുള്ള കാര്യം. देखिए, चकाई कुल मिला के इतने ही चीज अपने जिंदगी में किया था। उसके मन में ये इच्छा थी कि यीशु कौन है, इसको एक बार देख लो। केवल उसने वो मन पे नहीं रखा, वो आगे चलकर आया और उस गुलर के पेड़ पर वो चढ़ गया कि मैं यीशु को देख लूं। इतना ही जक्कई ने अपने जिंदगी में किया है।
ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. അതും ഞാൻ വിശ്വസിക്കുന്നു ആത്മാവ് അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ട് ആ ആത്മാവിന്റെ പ്രേരണയാൽ യേശു എങ്ങനെയുള്ളവനെന്ന് ചേരുവാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തതായിട്ട് അതെ ആ മരത്തിൽ കയറിയത്. देखिए, मैं इस तरह सोचता हूँ कि पवित्र आत्मा उसको ये जबरन किया था, उसके मन के अंदर में डाले थे, जिसके कारण से यीशु को एक नजर देखने के लिए वो गुलाब का पेड़ पर चढ़ गया है. ഹല്ലേലൂയ. യെസ് ദൈവമക്കൾ ഇവിടെ ശ്രദ്ധിക്കണമേ. യെസ് സക്കായി യെസ് ആമേൻ ജസ്റ്റ് ഒളിച്ചു പാത്തിരുന്ന കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു എന്താ ചെയ്ത്? യെസ് യേശു ആ മരത്തിൽ തന്നെ വന്നു. അത് എന്താ പറഞ്ഞ? സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ യെസ് വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നാണ് സക്കായി യേശു സക്കായിയോട് പറയുന്നത്. देखिए, जक्कई वहां पर चुपके से यीशु का एक बार देखना चाहता था, लेकिन यीशु मसीह वहां पर आए जहां जक्कई बैठा हुआ था और रुक करके यीशु जक्कई से मुड़ करके इस तरह बोलने लगता है, ये जक्कई तो झट उतरा, क्योंकि आज मैं तेरे घर में रहना चाहता हूं. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ. ആ കനാന്യ സ്ത്രീ യേശുവിന്റെ പുറകെ കരഞ്ഞു പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത യേശു പിതാവിന്റെ ലിസ്റ്റിൽപ്പെട്ട സക്കായി, അതെ കാണാതെ പോയ ആട്ടിൽപ്പെട്ട സക്കായിയുടെ കാര്യത്തിൽ യേശു ബിഹേവ് ചെയ്ത് നോക്കിക്കേ. അവൻ ഒരു ചെറിയ ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവനെ വിളിച്ച് അവനെ താഴെ ഇറക്കി അവന് മാനസാന്തരം വരുത്തി യഥാർത്ഥമായി. അത് മാത്രമല്ല അവന്റെ കൂടെ പാർത്ത യേശു ഉണ്ടല്ലോ, ഒരു വലിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെലക്ഷൻ ഉള്ളതും സെലക്ഷൻ ഇല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വലിയ വ്യത്യാസം. ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറിപ്പോകല്ല. देखिए, जो परमेश्वर चुनता है और नहीं चुनता है, इन दो व्यक्तियों का अलग अलग हिस्से में हमने देखा है. हमारे मन में बात जरूर रखे कि अभी कभी हम ये भूल न जाए, जो परमेश्वर चुन लेता है वो व्यक्ति नहीं चाहते हुए भी यीशु मसीह उसे पुकारता है, उसे बुलाता है और उसके घर में जाता है. जबकि उस कनानी स्त्री इतना कुछ रोने पीटने के पश्चात भी परमेश्वर नहीं चुना है, इसलिए उसे यीशु मसीह अंगीकार नहीं किया, ना उद्धार दिया है, जबकि जक्कई को उसने उद्धार दिया है. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഇവിടെ കണ്ടോ? ഹല്ലേലൂയ. ആ സക്കായിനെ വിളിച്ച് സക്കായിയുടെ പാർത്ത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അവിടെയും യേശു ഡിക്ലെയർ ചെയ്യുന്ന കാര്യമാ, അതെ കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അതെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കനാന്യ സ്ത്രീക്ക് കിട്ടാത്ത കനാന്യ സ്ത്രീക്ക് ഒരു കാരണവശാലും കിട്ടാത്ത ആ മഹാഭാഗ്യം, മഹാകരുണ സക്കായിക്ക് കിട്ടി. പ്രിയ ദൈവമക്കളെ നമ്മള് ദൈവത്തിന്റെ സെലക്ഷനിലുള്ളതായതുകൊണ്ടാ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പലപ്പോഴും ദൈവത്തെ കോപിപ്പിച്ചിട്ടും ഞാൻ അകപ്പയുടെ കാര്യം പറഞ്ഞല്ലോ, കയ്യിലിരിപ്പ് വളരെ മോശമായിട്ടും ഒറ്റ കാരണം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. അനേകര് ദൈവമേന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കരുണയും ലഭിക്കാതെ നാശത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു വലിയ കൃപ, അത് ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. देखिए, हमें से प्रत्येक इस बात को बड़े गंभीरता से समझे और अंगीकार करे कि देखिए, उस स्त्री के समान जो कोई परमेश्वर नहीं चुनता है, वो कितना भी परिश्रम करने के बाद, कितने भी पश्चाताप करके पुकारने के पश्चात भी उन्हें उद्धार नहीं मिलता है. तो हम जैसे लोगों को जैसा परमेश्वर ने चुन लिया, हमारा कोई खूबी के कारण नहीं, परमेश्वर का अपना असीम प्रेम के कारण हमने चुना है और हमें अलग किया, हमें प्रेम किया है, हमें उद्धार दिया है. इस बात को कभी हम भूल न जाए. अगर कभी भूल गए तो हम परमेश्वर के हाथ से बच नहीं निकलेंगे. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ അനേകർക്ക് ഒരിക്കൽ ആരും ചിന്തിക്കല്ലോ ഈ രക്ഷ എല്ലാവർക്കും ഓപ്പൺ ആണ്. പിതാവിന്റെ ആ ലിസ്റ്റിൽപ്പെട്ട ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ കണ്ട വ്യക്തി ജീവിതം മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ. അങ്ങനെ ലിസ്റ്റിൽ നമ്മുടെ പ്രിവിലേജ് നോക്കിക്കേ. നമ്മൾ ഒരു ചെറിയൊരു താല്പര്യം കൊടുത്താൽ മതി, യേശു നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രശ്നത്തിന് പ്രശ്നം മാത്രമല്ല നിത്യജീവൻ വരെ കൊടുക്കുവാൻ ശക്തനായ
അതുകൊണ്ടാണ് ആ ഹൃദയം യേശാമേൻ യഥാർത്ഥം, അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെതായ കാര്യവും ഇതുമായി ബന്ധപ്പെടുത്തി അവിടെ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു വലിയ രക്ഷ, ഈ ഒരു വലിയ രക്ഷ യേശാമേൻ ഹല്ലേലൂയ നമ്മൾ ഒരു കാരണവശാലും മിസ്സാവില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ പത്രോസ് നമ്മള് കുറച്ചു മുമ്പ് ആ ഒരു വാക്യം നമ്മൾ വായിച്ചു, അതിന് താഴെ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് പ്രബോധിപ്പിക്കുന്നത് വെച്ചാൽ ഇത്ര വലിയ രക്ഷയാണ്, ഇത്ര വലിയ സെലക്ഷനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹൃദയശുദ്ധീകരണം ഉള്ളവരായി, സാങ്ക്ടിഫിക്കേഷൻ ഉള്ളവരായി നിത്യതയിലോട്ട് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. देखिए, जगत की उत्पत्ति से पहले मुझे और आपको परमेश्वर ने चुन लिया है, हमें अलग किया है, हमें बुलाया है, जिस कारण से हम ये उद्धार प्राप्त किए हैं। कितने से लोग परिश्रम करते हैं, लेकिन उन्हें जब तक परमेश्वर नहीं चुनता है, नहीं बुलाता है, उन्हें उद्धार नहीं मिलता है। ये गंभीर बात है हमारे जीवन में, हमें बड़े खास सोच कर रखने की ये जरूरत है। इतना बड़ा उद्धार का यदि हम कदर नहीं करेंगे और उस उद्धार के विषय में निश्चित रहेंगे तो कभी हम बच नहीं सकता है। इस बात को आप यकीन मानिए और परमेश्वर के सम्मुख अपने आप को जो उद्धार के लिए धन्यवाद देते हुए अपने जीवन को समर्पण करें। ഹല്ലേലൂയ. ഇവിടെ യശയാപ്രവചനം 41 അതിന്റെ 8 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ. അതെ, ഹല്ലേലൂയ. യേശു, ദൈവം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നു. നമ്മുടെ ഗുണമല്ല, ആ ലിസ്റ്റിൽ പെട്ടതുകൊണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് നമുക്ക് ഈ സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടി. കിട്ടിയവരായ നാം ആ ബേസിക് രക്ഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം അതിൽ മാത്രം പെട്ടുപോകാതെ സാങ്ക്ടിഫിക്കേഷനിലോട്ട്, ആ ഹൃദയത്തിന്റെ പൗത്രീകരണത്തിലോട്ട് പോയി അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുവാൻ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരു ബ്ലെയിംലെസ് ആയിട്ടിരിപ്പാൻ എല്ലാ ദൈവങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. देखिए, यशायाह नबी की किताब में 41 उसके 8-9 वचन में इस तरह से पढ़ते हैं: ए मेरे दास इस्राएल, मेरे चुने हुए याकूब, ए मेरे मित्र अब्राहम के वंश, तो जिसे मैंने पृथ्वी के दूर दूर देशों से लिया और पृथ्वी के चोर से बुलाकर ये कहा, तू मेरा दास है, मैंने तुझे चुना है और तजा नहीं। इस तरह से हमें सब पतियों को प्रभु यीशु मसीह के द्वारा परमेश्वर पिता चुन लिया है और इस उद्धार को हमारे जिंदगी में प्राप्त कराया है। और केवल इस समय हम उद्धार को प्राप्त करते हुए जिंदगी को किसी तरह काटने वाला ना रहे, पवित्रताई की ओर हम दिन प्रतिदिन बढ़े और जैसा परमेश्वर प्रभु प्रकट होंगे तो उस समय उसके सामने खड़े रहने लायक है। हमारे जीवन को दिन प्रतिदिन पवित्रताई में आगे बढ़ाए, विश्वास में आगे बढ़े, सच्चाई के साथ परमेश्वर की सेवकाई करते हुए हम आगे बढ़े। इन वचनों के द्वारा प्रभु हमें आशीष देवे।